ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് തറവാട്ടമ്പലത്തിൽ പൂജയാണ്. അപ്പം മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് പൂജ. അപ്പം ഞങ്ങളങ്ങനെ നേരെ തറവാട്ടമ്പലത്തിലെത്തി തൊഴുതതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. മണിക്കുട്ടനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവനവിടെ ആക്കണം. അപ്പം അമ്മ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ വേഗം ചായയൊക്കെ വെക്കുകയാണ്. അപ്പോൾ ദോശയും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയശേട്ടനും മണിക്കുട്ടനും വേഗം ഞാനത് കൊടുത്തു. അതിന് ശേഷം പിന്നെ ഞാനും അമ്മയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളൊക്കെ ഞാൻ അമ്മേനെ സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അമ്മ ദിവസവും പണിക്ക് പോവല്ല, അപ്പം അമ്മയ്ക്ക് എന്നും സമയം കിട്ടാറില്ല. എന്നാലും എന്നും അടിച്ചു വാരി തുടയ്ക്കും, പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്യാനുള്ള സമയം അമ്മയ്ക്ക് കിട്ടാറില്ല. അപ്പം ഞാൻ വേഗം അടിച്ചു വാരിയിട്ട് എല്ലായിടത്തും നന്നായി തുടച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അമ്മേനെ സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ആ ചേട്ടനെ കണ്ടത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് റോക്കിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ രാഘു വേഗം റോക്കിക്ക് ചോറൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴേക്കും റോക്കി ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 നായുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, ഒരു റോക്കിയും ഒരു കുട്ടും. അപ്പോൾ കുട്ടുവിനും ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ചോറുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ച് നേരം കുറച്ചിരുന്ന് കഴിച്ചു. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കാലത്ത് അമ്പലത്തിൽ പോയത്. അപ്പോൾ അമ്മ കറിയൊക്കെ തന്നയച്ച് ചോറിനിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേണ്ട, നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അമ്മ കറിയൊക്കെ തന്നയച്ചു. അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങുമ്പോഴേക്കും എൻ്റെ അനിയൻ്റെ കാലുമ്മലും മോൻ്റെ കയ്യുമ്മലൊക്കെ അമ്മ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അവർ വിഷുവിന് പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് ആകെ കയ്യും കാലൊക്കെ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അമ്മോട് ടാറ്റയൊക്കെ പറഞ്ഞ് പോന്നു കഴിഞ്ഞ് ഞാൻ പാർലിക്കാട് വന്നിട്ട് വേഗം അടിച്ചു വാരി തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉച്ചരിഞ്ഞ് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം, അമ്മയും മോനും കൂടി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോഴേക്കും അമ്മയും എൻ്റെ മോനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുലുസൂന് അമ്മ എടുത്തിരിക്കുകയായിരുന്നു. ഗുലുസു നല്ല വാശിയായിരുന്നു, ഉറക്കം മതിയാവാണ്ട്. അപ്പോൾ അമ്മ കുറച്ച് നേരമൊക്കെ ഗുലുസൂന് എടുത്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഗുലുസൂന് ഉറക്കിയിട്ട് ചായയൊക്കെ വെച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ അമ്മയും മോനും കൂടി പോവുകയാണ്. അപ്പോൾ അവർ വെളപ്പായിക്കാണല്ലോ പോണത്. അപ്പോൾ ജയേട്ട ഒരു ഓട്ടോ ഒക്കെ പിടിച്ചു കൊടുത്തു. അപ്പോൾ അവർ ഞങ്ങളോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അതിന് ശേഷം ഞാൻ കുറച്ച് ചുരിദാറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷേപ്പാക്കാൻ. അപ്പോൾ ചേച്ചി അതൊക്കെ ശരിയാക്കി തന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ അമ്മൂസും വാവച്ചും വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പം അങ്ങനെ ഞാൻ ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാനാണ് അവർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഗുലുസൂനോടും ചേച്ചിയോടും ചേട്ടനോടും ഗുലുസൂൻ്റെ അമ്മോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഇന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടും വരാം കേട്ടോ.